ടൈം നിങ്ങൾ പറയണതല്ലേ, അതിന് എന്താ പ്രശ്നം? 2 മണിക്ക് ആണുങ്ങൾ ഇറങ്ങുന്നുണ്ട്, അപ്പൊ പിന്നെ പെണ്ണുങ്ങൾക്ക് ഇറങ്ങിയ എന്താ പ്രശ്നം? പുറത്തിറങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഇറങ്ങി നടക്കട്ടെ. എനിക്കധികം യോജിപ്പില്ല. ഞങ്ങൾക്ക് സ്ക്രീൻ ടൈം കൂടുതലാണ്, ഫോൺ യൂസേജ് ഉണ്ട്. DQ, a luxury redefined brand. ഇത് വർഷം 2025 2025 കേൾക്കുമ്പോൾ സുഖമുണ്ട്. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. ലോകം വളരെയധികം മുന്നോട്ടേക്ക് പോയിരിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ വീടുകളിൽ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും മിസ്സിംഗ് ആണ്. അവർ എവിടെ പോകുന്നു? കാലം ഒന്ന് പുറകോട്ട് പോയേ. 1970, 60, 50 ആ കാലഘട്ടങ്ങളിൽ മിസ്സിംഗ് ആയിരുന്നു. അതും പാതിരാത്രിയിലല്ല, ഒരു വൈകുന്നേരം 7 മണി 8 മണിയാകുമ്പം വീട്ടിലെ കാരണവന്മാർ, അച്ചായന്മാർ പുറത്തേക്ക് ഒരു വിസിറ്റിങ്ങിന് പോകും. അവിടെ അന്തിച്ചർച്ചകൾ നടത്തും. അന്ന് ചാനലൊന്നുമില്ല, അവരുടെ നേതൃത്വത്തിലായിരുന്നു അന്തിച്ചർച്ചയും ചെറിയ കള്ളുകുടികളും. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. സമൂഹത്തിന് യാതൊരു ദോഷവുമില്ലായിരുന്നു. ഉടനെ അവർ വീട്ടിലെത്തിയിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ, അവരുടെ മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ ഇടപെടും. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന നല്ലൊരു തലമുറയായിരുന്നു. ഇന്നങ്ങനെയാണോ? കുട്ടികൾ അവരുടെ വഴിക്ക് പോകുന്നു, മാതാപിതാക്കൾ അവരുടെ വഴിക്ക് പോകുന്നു. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? സമൂഹത്തിന് പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണോ? ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തു പോകുന്നവരാണോ? മദ്യം, കഞ്ചാവ്, ഇപ്പോഴത്തെ MDMA, അങ്ങനെ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന പല പല കാര്യങ്ങൾ. ഇത് എത്രയും പെട്ടെന്ന് സമൂഹം തന്നെ, ഇവിടുത്തെ നിയമം തന്നെ നിർത്തലാക്കേണ്ട വിഷയം തന്നെയല്ലേ? നമുക്ക് ഈ കാര്യം ഇവിടുത്തെ പൊതുജനങ്ങളോട് ശക്തമായി സംസാരിക്കുകയും അവരുടെ വ്യക്തമായ ഉത്തരവ് നമുക്ക് കേൾക്കേണ്ടതായുണ്ട്. ആ വ്യക്തമായ നല്ല ഉത്തരങ്ങൾ സമൂഹത്തിലെത്തേണ്ടതായുണ്ട്. ഈ കാണുന്ന നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. നിങ്ങളും വ്യക്തമായി ശക്തമായി പ്രതികരിക്കുക. അവര് പുറത്തേക്ക് ഇറങ്ങണം, കാരണം പുറത്തേക്ക് ഇറങ്ങണ്ടേ? അല്ല, അവര് പുറത്തേക്ക് ഇറങ്ങേണ്ട ആൾക്കാരാണ്, അപ്പൊ അതിന് കുറ്റം പണ്ട് കാര്യമില്ലല്ലോ. അല്ല, രാത്രി 2 മണിക്കും 3 മണിക്കും നമ്മുടെ യങ്സ്റ്റേഴ്സ്, സഹോദരിമാർ പ്രത്യേകിച്ച്, കാരണം അവരെ നമ്മൾ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. ടൈം നിങ്ങൾ പറയണതല്ലേ, അതിന് എന്താ പ്രശ്നം? 2 മണിക്ക് ആണുങ്ങൾ ഇറങ്ങുന്നുണ്ട്, അപ്പൊ പിന്നെ പെണ്ണുങ്ങൾക്ക് ഇറങ്ങിയ എന്താ പ്രശ്നം? ഇപ്പൊ പെണ്ണ് ജെൻഡർ ഈക്വാലിറ്റി പറയുന്ന ആൾക്കാരല്ലേ? ജെൻഡർ ഈക്വാലിറ്റി പറയുമ്പോ പെണ്ണുങ്ങളും ആണുങ്ങളും പുറത്തേക്ക് ഇറങ്ങുമ്പോ അതിന് സമയം നോക്കരുത്. അത് അവരുടെ ഇഷ്ടമാണ്, നമ്മളതിന് ചോദ്യം ചെയ്യരുത്. ഇവിടെ എന്താണ് പറയുന്നതിനെ കുറിച്ച്? ഇല്ല, ആർക്ക് വേണമെങ്കിലും അവരുടെ സ്വന്തമായ സ്വാതന്ത്ര്യത്തിൽ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാവുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇപ്പൊ കൾച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ പാതിരാത്രി ഇറങ്ങി നടക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ പോയി ചാടുന്നതും ബാക്കിയുള്ള കാര്യങ്ങളിൽ പോയി സേഫ് ആയിട്ടിരിക്കാവുന്നതും. പ്രത്യേകിച്ച് സഹോദരിമാര്, അതെ 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 ഇല്ല, നമ്മളൊരു മാതാപിതാക്കളാകുമ്പോൾ നമുക്ക് അതിന്റെ അറിയത്തുള്ളൂ. നമ്മൾ പെൺകുട്ടികളാണ്. ഞാൻ അതാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സമൂഹം കൈമറക്കും. ഇല്ല, ഇത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരു സമയത്തിനുള്ളിൽ വീട്ടിൽ കയറുന്നതാണ് ഏറ്റവും നല്ലത്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ഡ്രഗ് കേസിലോ ആക്സിഡന്റ്സിലോ പെടാതെ വീട്ടുകാർക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ല കാര്യം. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് പറയാനുള്ളത്, രാത്രി ഒരു 7-8 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങുക. പുറത്തിറങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഇറങ്ങി നടക്കട്ടെ. ഹെൽത്ത് സൂക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ 7-8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക. ഫോണിൻ്റെ ഉപയോഗങ്ങൾ കുറയ്ക്കുക, പ്രത്യേകിച്ച് രാത്രി. എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്, അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. പക്ഷേ ഹെൽത്തും കൂടെ നോക്കുക. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന കഷ്ടപ്പെടുന്നു ഹെൽത്തിൻ്റെ പേരിലാണ്. നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, വർക്കൗട്ട് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അത്രയുള്ളൂ. ഞാൻ അത്ര അങ്ങോട്ട് നമ്മൾ ഫോർവേഡായി ചിന്തിക്കാനും പാടില്ല. നമ്മുടെ കുറച്ച് എത്തിക്സ് നമ്മൾ സൂക്ഷിക്കണം. അത് ഈ രാത്രി മുഴുവൻ ഇങ്ങനെ നടക്കണോട് എനിക്കധികം യോജിപ്പില്ല. അതെ അതെ, പരമാവധി നമ്മൾ വീട്ടുകാരെ ഉൾക്കൊള്ളണം, പരമാവധി നമ്മുടെ ഭക്തിമാർഗങ്ങളെ ഉൾക്കൊള്ളണം. നമ്മൾ കുറച്ചൊരു തേടി ശക്തി ഉണ്ട്, നമ്മൾ വിശ്വസിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ രാത്രി 3 മണി 4 മണി 5 മണി വരെ മൊബൈലിൽ കുത്തിയിരിക്കുക, കണ്ണിന് പ്രശ്നം വരിക. കണ്ണ് വഴി അത് ഞരമ്പായിട്ട് കണക്റ്റഡ് ആണ്. മാഡത്തിന് അറിയാൻ പറ്റും. അത് നമ്മുടെ സകല ബുദ്ധിയും കളയും. ഇന്നത്തുള്ള തലമുറ ആരോഗ്യപരമായ തലമുറയല്ല. അവരെ കൊണ്ട് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ പറയുമ്പോ പുതിയ ജനറേഷനെതിരായിരിക്കും. പക്ഷെ ഒരു തേടി ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ കുറച്ച് എത്തിക്സ് നമ്മുടെ പഴയ ആൾക്കാരെ ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ നമ്മുടെ ആരോഗ്യം പ്രധാനമാണ്. ഉറക്കമില്ല, ഞരമ്പുകളെ ബാധിക്കുന്നു. അതിനെക്കുറിച്ച് അത് ശരിയാണ്. നമ്മള് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കുട്ടികളുടെ രീതി വളരെ മോശമാണ്.
ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് 19 വയസ്സ് കഴിഞ്ഞു, മാഡത്തിനും പ്രായമുണ്ട്, ഒരു അമ്മയാണ്. പഴയ കാലത്തെ കുട്ടികളാണ് ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷനാണ് പറഞ്ഞ പോലെ ഭക്തിയും അതുപോലെ തന്നെ മുതിർന്നവരോടുള്ള ഒരു ബഹുമാനവും കാണുന്നത്. സത്യസന്ധമായ ഉത്തരം പ്രതീക്ഷിക്കുന്നു. അത് പറയുകയാണെങ്കിൽ പഴയവർക്ക് ഒരു പേടി കൊണ്ടുള്ള ഒരു റെസ്പെക്റ്റ് ആണ്. ഇപ്പൊ ഉള്ളവര് ക്ലിയർ ആയിട്ട് അതിന് പ്രതികരിക്കുകയാണ്. പക്ഷെ അവരിലും നല്ല ഇതുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ നമുക്കും കുറെ പഠിക്കാനുണ്ട്. ഞാൻ ആക്ച്വലി ഈ ജനറേഷനിലുള്ള ആളാ. ഞങ്ങൾക്ക് സ്ക്രീൻ ടൈം കൂടുതലാണ്, ഫോൺ യൂസേജ് ഉണ്ട്. പക്ഷേ പണ്ടത്തെ രീതിയിൽ അനുസരിച്ചിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഭക്തിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഇല്ല. അത് പ്ലസ് പോയിന്റ് ആയിട്ടും പറയാം, മൈനസ് പോയിന്റ് ആയിട്ടും. അതായത് ഒരു കോയിന്റെ 2 സൈഡ്സ് പോലെ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ പറയാൻ പറ്റും. പിന്നെന്താ, ഫോൺ യൂസേജ് അതൊക്കെ ഓരോരുത്തർ ചിലരുടെ വർക്കിന്റെ റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പിള്ളേര് ഫോൺ യൂസ് ചെയ്യുന്നതും ഉണ്ട്. അപ്പൊ എല്ലാത്തിനും നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അപ്പൊ അതനുസരിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തും യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇന്നത്തെ കുട്ടികൾക്ക് പഠിപ്പുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പ്രായോഗിക ബുദ്ധി ഉണ്ടോ, കൂടുതലായിട്ടുണ്ടോ? അതുപോലെ തന്നെ അവര് പ്രതിബദ്ധതയുണ്ടോ, സമൂഹത്തോടും കുടുംബത്തോടും പ്രതിബദ്ധത കാണിക്കുന്നുണ്ടോ? ടു ആൻ എക്സ്റ്റെന്റ് ഇല്ല. ബിക്കോസ് എല്ലാവരും അവരുടേതായിട്ടുള്ള ഓൺ വേൾഡിലേക്ക് ചുരുങ്ങിപ്പോയേക്കുവാണ്. അത് നമുക്ക് ഫോൺ യൂസേജിന്റെ ഉണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയാ, എക്സ്റ്റേണലി അവര് ബോധേഡല്ല ടു ആൻ എക്സ്റ്റെന്റ്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടും ഉണ്ട്. പിന്നെ ഫാമിലിയെ നമ്മൾ എപ്പോഴും, അതായത് നമ്മുടെ ഫാമിലി നമ്മൾ എപ്പോഴും കെയർ ചെയ്യുന്ന പോലെ എല്ലാവരും കെയറിങ് ഉണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്ക് ടൈം കിട്ടുന്നില്ല. പണ്ട് നമുക്ക് ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ഇപ്പൊ കളിക്കാൻ പോകുന്നതാണെങ്കിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായി. പക്ഷെ ഇപ്പൊ ഫോൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിലേക്കായി മാറി. അപ്പൊ അതുകൊണ്ടുള്ളൊരു ടൈം എന്ന് പറയുന്നൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പകുതി ഇഷ്യൂസ് വരുന്നത്. ഒറ്റ ചോദ്യം കൂടെ, എന്റെ ചോദ്യം ഇതാണ് പ്രധാനപ്പെട്ടത്. രാത്രി കാലങ്ങളിൽ പണ്ട് കാരണവന്മാരാണ് തിരി എത്തിച്ചിട്ട് അല്ലെങ്കിൽ കൊന്ത ചൊല്ലിട്ട് പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ആർക്കും പ്രാർത്ഥനയില്ല, പുറത്തേക്ക് ഇറങ്ങുന്ന യങ്സ്റ്റേഴ്സ് ആണ്. അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സുരക്ഷയില്ല. അതേക്കുറിച്ച് അവർക്ക് ഒരു കാഴ്ചപ്പാടുമില്ല. അതുപോലെ പറന്ന് അവരൊരു ചിത്രശലഭം പോലെ നടക്കുകയാണ്. പെൺകുട്ടികൾക്ക് രാത്രി കാലങ്ങളിൽ സുരക്ഷ വേണ്ട, എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും കൈമറത്തും. അതിനെ കുറിച്ച് ആക്ച്വലി സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, അത് മൊത്തത്തിൽ ഗവൺമെന്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മെഷേഴ്സും കാര്യങ്ങളും എടുക്കണം. പിന്നെ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സൊസൈറ്റി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോവാം. നമ്മൾ നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുക. അതേപോലെ നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസ് അതിനുള്ള സേഫ്റ്റിക്കുള്ള മെഷേഴ്സ് എടുക്കുക. അത് പറയുമ്പോൾ ഒരു കാര്യമാണ് ഞാൻ പറയട്ടെ, പഴയ കാമുകന്മാർ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ. പക്ഷെ പഴയ കാലങ്ങളിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആണുങ്ങൾക്ക്. പൊതുവെ എല്ലാവരും ഒന്നും പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ ഉള്ള ആണുങ്ങൾക്ക് കുഞ്ഞുകളിയാണ്, തമാശയാണ്, ഒന്നൊന്നുമില്ലേ, കൂടുമാറ്റം പോലെ വേറൊന്നിലേക്ക് പോകുന്നു. അവിടെ തകർക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളാണ്, അവരുടെ കുടുംബമാണ്. അതിനെക്കുറിച്ച് അത് ആക്ച്വലി അതിന് ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് വരുന്ന സോഷ്യൽ മീഡിയ ആണ്. അപ്പൊ പിള്ളേരെല്ലാരും ഒരു ഇമാജിനറി വേൾഡിലാണ്. അപ്പൊ അതിന് അവരെയും കുറ്റം പറഞ്ഞിട്ടില്ല, നമ്മൾ പറഞ്ഞു തിരുത്തി കൊടുക്കുക. അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ റിലേഷൻഷിപ്പിനോടുള്ള ഒരു സീരിയസ്നെസ് എന്ന് പറയണത് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം, ടു ആൻ എക്സ്റ്റെന്റ് വരുമ്പോ നോക്കാം പുതിയ ജനറേഷൻ അത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഈ മയക്കുമരുന്ന് മദ്യം ഇത് ഓവറായിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനനുസരിച്ചിട്ട് ഇവര് ഓട്ടോമാറ്റിക്കലി തന്നെയല്ല ഇപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമത്വം വേണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ആണുങ്ങൾ കാണിക്കണതൊക്കെ പെണ്ണുങ്ങളും കാണിക്കാന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പിന്നെ അതിനെ സപ്പോർട്ടീവായിട്ട് ഇഷ്ടംപോലെ പേര് വന്ന് പറയണതിനനുസരിച്ചിട്ട് അത് കൂടുതൽ വരികയാണ്. ഇപ്പൊ സിനിമകൾ ഇറങ്ങണതാണെങ്കിലും എല്ലാം ഇതനുസരിച്ച് ഇത് പ്രൊമോട്ട് ചെയ്യണ ഒരു ടൈപ്പ് സംഭവങ്ങളാണ് ഇറങ്ങുന്നത്. അപ്പൊ ഈ ചെറിയ കൊച്ചു പിള്ളേര് ഈ ചേച്ചിമാരെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പൊ അവര് അതിന്റെ അനുസരിച്ചിട്ട് തല തിരിഞ്ഞ് തന്നെയാണ് വരുള്ളൂ അല്ല. അപ്പൊ അത് വളരെ ഡേഞ്ചർ സംഭവമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആണുങ്ങൾ പിഴയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ പെണ്ണ് പിഴയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥങ്ങൾ മാറി, അർത്ഥ വ്യത്യാസങ്ങൾ മാറി, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാലം എത്ര പുരോഗമിച്ചാലും അത് വ്യത്യാസം. ഈ പറഞ്ഞ പോലെ തുല്യത വേണം. എന്ത് ജോലി സ്ഥലത്ത് തുല്യത വേണം. ഇപ്പൊ ഇറങ്ങി നടക്കണതിന്റെ സംഭവങ്ങളൊക്കെ ഓക്കെയാണ്, തുല്യത ഒക്കെ വേണം. പക്ഷെ ഈ ഒരു പരിധി വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. അത് ഇത്രയും കൂടിയത് ഈ പറഞ്ഞ പോലെ ഒരു 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക്. കാരണം ഒരു ഡ്രഗ്സിനൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ സുലഭമായിട്ട് കിട്ടണ ഒരു രീതിയിലേക്കാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ പച്ചത്തെറി പോലീസുകാരെ വിളിച്ച് പറയണു ഈ പെണ്ണുങ്ങളൊക്കെ അടിച്ച് തിരിഞ്ഞ് ഈ പറഞ്ഞ 2 മണി കഴിഞ്ഞാണെങ്കിൽ ഓരോ 24 അവർ കടകളുടെ അവിടെയും കൂട്ടത്തോടെ നിന്ന് ഇവര് ഈ ആണുങ്ങൾക്കൊപ്പം തന്നെ നിന്ന് അഭ്യാസങ്ങളാണ്.
അത് ഈ പറഞ്ഞ പോലെ രാത്രി മിസ്സിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരാണ്. ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ ഉള്ള പിള്ളേരൊക്കെ ബാംഗ്ലൂർ പോയി അഭ്യാസം കാണിക്കും. പുറമേ ഉള്ള ഈ പറഞ്ഞ പോലെ അടിമാലി എറണാകുളം അവിടെ ഉള്ള പിള്ളേരൊക്കെ എറണാകുളത്ത് വന്നിട്ട് അങ്ങനെ അഭ്യാസം കാണിക്കണം. അതാണ് അതിന്റെ വ്യത്യാസം, വേറെ സംഭവമൊന്നുമല്ല. പക്ഷെ വളർന്നു വന്ന പിള്ളേര് ഇത് കണ്ട് നല്ലതിരിക്കും, ഉറപ്പായിട്ടും നല്ലതിരിക്കും. ഒന്നാമത്തെ കാര്യം ഒരു 10-11 മണി വരെ മാക്സിമം ഈ ടീ ഷോപ്പുകൾ നിൽക്കുക. ഇതങ്ങനെയല്ല, 24 hours ആൾക്കാരുണ്ട് അവിടെ. അത് മാറ്റുക. പിന്നെ ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞ ഡെയിലി വീട്ടിൽ പോയിട്ട് ഡെയിലി വന്ന സംഭവം ആക്കുക. ഇത് ഹോസ്റ്റലിന്റെ എണ്ണം എറണാകുളത്ത് കൂടി, ഒരു ലൈസൻസും ഇല്ല, ഒന്നുമില്ല. അവിടെ എന്ന് വെച്ചാൽ നേരത്തെ ലിമിറ്റ് ഉണ്ടായിരുന്നു, അവിടെ വാർഡൻ ഉണ്ടായിരുന്നു 7 മണിക്ക് വരെ അകത്ത് കയറണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അതെ, ഇപ്പൊ ഒരു റൂം വാടക കൊടുത്തു കഴിഞ്ഞാൽ 12,000 രൂപ കിട്ടുന്ന സ്ഥലത്ത് ആൾക്കാർ കുറെ ബെഡ് ഇട്ട് കൊടുത്തിട്ട് 30,000 വാങ്ങണം. അപ്പൊ പിന്നെ അവർക്ക് പൈസ മാത്രം മതി. അതാണ് മെയിൻ. അതൊന്നും നോക്കണ്ട. അതായത് ഒരു 12,000 625 സ്ക്വയർ ഫീറ്റിന് 12,000 ഉള്ള സ്ഥലത്ത് അവര് ഒരു മുറിയിൽ 5-8 ബെഡ് ഇട്ട് കൊടുത്തിട്ട് അത് 30,000 രൂപയ്ക്ക് കിട്ടണം. അപ്പൊ അത് മെയിൻ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ എന്തെങ്കിലും വന്നേക്കാട്ട് മുമ്പ് ഒരു നിയമം കൊണ്ടുവരിക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയും താമസിയാതെ വരും. പുറമേ ഉള്ള പോലെയുള്ള അതിഭീകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരും. ഒരു രക്ഷ. അതായത് നമ്മുടെ വെളുപ്പിനൊക്കെ 4 മണിക്ക് വണ്ടി ഓട്ടം പോണ ആൾക്കാരാ. റോട്ടിൽ പെണ്ണുങ്ങൾ ഈ ഉറക്കമില്ലാണ്ട് നിൽക്കണതിന്റെ കാര്യം എന്താണ്? അത് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിക്കുകയാണ്, അമേരിക്ക ബ്രിട്ടൻ. പക്ഷെ ആ രാജ്യങ്ങളെല്ലാം തകർന്നു. ഇതുകൊണ്ടൊന്നൊരു കാര്യമില്ല. അതല്ല, അവിടെ പോലെ അല്ലല്ലോ നമുക്കൊരു സംസ്കാരം ഉണ്ട്. അതാണ് ആദ്യം പറഞ്ഞത്, ഭാരതം എന്ന് പറഞ്ഞ സംസ്കാരം തന്നെയാണ്. ആ രീതി അനുസരിച്ച് പോകണം. അപ്പൊ അതിന് നിയന്ത്രണം നമ്മൾ ഒന്നും പറയുന്നില്ല, എൻജോയ്മെന്റ് ആണെന്നോട്ടെ. എൻജോയ്മെന്റ് പോലെയല്ല, ഇത് അഴിഞ്ഞാട്ടമാണ് ഇത്. അതായത് നേരത്തെ ആണുങ്ങൾ അത് തന്നെ ആണുങ്ങളെ പേടിച്ചാൽ മതി. ഇപ്പൊ അങ്ങനെയല്ല, കാലഘട്ടം മാറി. ഓരോ ആണിന്റെയും കൂടെ ഓരോ പെണ്ണുങ്ങളാണ്. ഒന്നുകൂടെ പറഞ്ഞാല് നേരെ കുറെ എണ്ണമുണ്ടോ? ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനലിന്റെ ഇതും കൂടി നോക്കേണ്ടി വരും. കട്ട് ചെയ്യേണ്ടി വരും. അതെ.